ഹായ് കുഞ്ഞുങ്ങളെ, അടുത്ത പാർട്ടിലേക്ക് സ്വാഗതം. നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തത് ഓർമ്മയുണ്ടോ? a+b² അല്ലെങ്കിൽ a−b² ഫോമിൽ വരുന്ന ക്വസ്റ്റ്യൻസാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസിനകത്ത് നമുക്കത് കംപ്ലീറ്റ് സ്ക്വയർ വരാത്തതിന് നമ്മൾ ചേഞ്ച് ചെയ്തു. അടുത്ത സെക്ഷനകത്ത് വരുന്നത് എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡിലാണ് ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ a² + 2ab എന്നുണ്ടാകും. ഓക്കെ, b² കാണില്ല. അപ്പോൾ നമ്മൾ b² കൂടെ കൊടുത്തിട്ട് ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ x² + 2x = 8 എന്നുണ്ട്. കണ്ടോ, x² + 2x = 8. അപ്പോൾ ഇതിനെ നമുക്കൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് എഴുതാൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനെ വരുന്ന കേസസിനകത്ത് നമ്മൾ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എടുക്കുക. കണ്ടോ, ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണ്? 2 ആണ് അല്ലേ? ഈ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റിൻ്റെ ഹാഫ് എടുക്കുക. അതായത് ഇവിടെ 2 ആണ്, സോ 2/2 അല്ലേ, 1. ഈ 1ൻ്റെ സ്ക്വയർ നമ്മുടെ ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും ആഡ് ചെയ്ത് കൊടുക്കുക. ദാറ്റ് ഈസ്, നോക്ക്, x² + 2x + 1² റൈറ്റ് സൈഡിലും അതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. 8 + 1². കണ്ടോ, ഇപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലുള്ളത് x + 1² ആയി, ആൻഡ് ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ 9 ആയി. ഇനി റിമൈനിങ് നമുക്ക് പഴയ മോഡലിൽ ചെയ്യാൻ കഴിയും. ഓക്കെ, ഒരു എക്സാമ്പിളോടെ പറയുകയാണെങ്കിൽ നോക്ക്, x² + 6x ഈ ഒരു ഫോമിൽ വരുവാണെങ്കിൽ കണ്ടോ, x² + 6x. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് അല്ലേ, എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ 6 ആണ്. 6ൻ്റെ ഹാഫ് വിച്ച് ഈസ് 3² ആഡ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇപ്പോൾ നമുക്കിതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയി. നമ്മൾ റൈറ്റ് സൈഡിലും കൂടെ ആഡ് ചെയ്യണം. ഇപ്പോൾ ഇതിനെ നമുക്ക് x + 3² എന്ന് എഴുതാം. കണ്ടോ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻസ് ഈ ഒരു ഫോമിലായിരിക്കും വരുന്നത്. നമ്മളതിൻ്റെ സ്ക്വയറിനെ കംപ്ലീറ്റ് ചെയ്യുക. ഇതിനെയാണ് നമ്മൾ കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് എന്ന് പറയുന്നത്. കംപ്ലീറ്റിംഗ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡിലെ ക്വസ്റ്റ്യൻസാണ് നമ്മളടുത്ത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ചെയ്യാനുള്ളത് ഇത്രയേ ഉള്ളൂ. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് നോക്കുക. കണ്ടോ, അപ്പോൾ x² ടേം ഉണ്ട്. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് നോക്കുക, അതിൻ്റെ ഹാഫിൻ്റെ സ്ക്വയർ ആണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, ഇതാണ് കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ്. നമുക്കപ്പോൾ ഇതിനകത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. പേജ് 91 ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ, ദ പ്രോഡക്റ്റ് ഓഫ് എ നമ്പർ ആൻഡ് 2 മോർ ദാൻ ദാറ്റ് ഈസ് 168. വാട്ട് ആർ ദ നമ്പേഴ്സ്? കണ്ടോ, അപ്പോൾ നമുക്കിവിടെ ആ നമ്പേഴ്സിനെ എങ്ങനെ എടുക്കാം? നമ്പേഴ്സ്, പ്രോഡക്റ്റ് ഓഫ് എ നമ്പർ ആൻഡ് 2 മോർ ദാൻ ദാറ്റ് ഈസ് അല്ലേ. സോ നമ്പേഴ്സിനെ നമുക്ക് എക്സ് ആൻഡ് x + 2 എന്ന് എടുക്കാം അല്ലേ. എക്സ് ആൻഡ് x + 2. കണ്ടോ, പ്രോഡക്റ്റ് ഓഫ് എ നമ്പർ ആൻഡ് 2 മോർ നമ്പേഴ്സ് എക്സും x + 2 എന്ന് എടുക്കാം. കണ്ടോ, അപ്പോൾ ഇനി എന്താ തന്നിരിക്കുന്നത്? പ്രോഡക്റ്റ് ഓഫ് ദീസ് അല്ലേ, ദാറ്റ് ഈസ് x × x + 2 ആണ് എത്ര? 168. കണ്ടോ, പ്രോഡക്റ്റ് ഓഫ് എ നമ്പർ ആൻഡ് 2 മോർ ദാൻ ദാറ്റ് ഈസ് 168. കണ്ടോ, അപ്പോൾ ഇനി നമുക്ക് ചെയ്യാമല്ലോ. എക്സിനെ മൾട്ടിപ്ലൈ ചെയ്യൂ ബ്രാക്കറ്റിനകത്തേക്ക്, x × x ആൻഡ് x × 2. കണ്ടോ, സോ x² + 2x = 168. അപ്പോൾ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല, നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ ആക്കണം. അതിന് യൂസ് ചെയ്യേണ്ട മെത്തേഡാണ് എന്തോന്ന്? കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ x² + 2x എങ്ങനെ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യാം? നമുക്ക് ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 2 ആണ്. 2ൻ്റെ ഹാഫ് നിങ്ങൾക്കറിയാം 1 ആണ്. സോ ആഡ് 1² ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദ ഇക്വേഷൻ. കണ്ടോ, 168 + 1². ഓക്കെ, സോ നമുക്കപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? x + 1 = 169. റിമൈനിങ് ഈസി ആയിട്ട് ചെയ്യാമല്ലോ. x + 1 എന്തായിരിക്കും? ±√169. ഓക്കെ, സോ x + 1 ±169ൻ്റെ റൂട്ട് എത്രയാണ്? 13. കണ്ടോ, സോ x + 1 13 or x + 1 -13. കണ്ടോ, അടുത്ത് എന്ത് ചെയ്യാം? നമുക്ക്
എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു അപ്പോൾ 13 അല്ലേ, എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു 13 ഓർ എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു മൈനസ് 13. സോ എക്സ് എന്തായി, 13 മൈനസ് 1 12 ഓർ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് 13 മൈനസ് 1 വിച്ച് ഈസ് മൈനസ് 14. കണ്ടോ? അപ്പോൾ ഇനി നമ്മൾ എഴുതണം. ഓക്കെ, ഇപ്പോൾ നമുക്ക് എക്സിന് രണ്ട് വാല്യൂസാണ് കിട്ടിയത്. എക്സ് ഈസ് ഈക്വൽ ടു 12ഉം എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് 14ഉം. ഓക്കെ, അപ്പോൾ എക്സ് ഈക്വൽ ടു 12 ആണെങ്കിൽ നമ്മുടെ നമ്പേഴ്സ് ഏതൊക്കെ ആയിരിക്കും? ഇഫ് എക്സ് ഈസ് ഈക്വൽ ടു 12 the numbers are നമുക്കിവിടെ തന്നിട്ടില്ല നെഗറ്റീവ് നമ്പർ ആണോ പോസിറ്റീവ് നമ്പർ ആണോ എന്ന് അറിയില്ല അല്ലേ. 12 and 14. ഓക്കെ, then if x is equal to minus 14 the numbers are minus 14, then next number എന്താ, minus 14 plus 2 ആണ് അല്ലേ. so the numbers are minus 14 and minus 12. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രോഡക്റ്റ് ഓഫ് എ നമ്പർ ആൻഡ് 2 more than that is 168. വാട്ട് ആർ ദ നമ്പേഴ്സ്? കണ്ടോ? അപ്പോൾ ആ നമ്പറിനെ നമ്മൾ എക്സ് എന്നും എക്സ് പ്ലസ് 2 എന്നും എടുത്തു, പ്രോഡക്റ്റ് എടുത്തു, സ്ക്വയർ കംപ്ലീറ്റ് ആക്കി, ദെൻ നമ്മൾ നമ്പർ കണ്ടുപിടിച്ചു. ഓക്കെ, കണ്ടോ? മനസ്സിലായോ? അപ്പോൾ ചെയ്ത് നോക്കുക. ഇവിടെ ഇഫ് എക്സ് ഈക്വൽ ടു 12 നമുക്ക് രണ്ട് നമ്പേഴ്സ് കിട്ടി, and if x equal to minus 14 we get another 2 numbers. Okay, next question, find 2 numbers with sum and product 2. കണ്ടോ? അപ്പോൾ ഇവിടെ എന്താ തന്നിരിക്കുന്നത്? sum of 2 numbers is 4. കണ്ടോ? അപ്പോൾ നമുക്ക് if one number is 4 x, സം ആണ് നമുക്ക് 4 എന്ന് തന്നിരിക്കുന്നത്. കണ്ടോ? if one number is x, then next number എന്തായിരിക്കും? സെക്കൻഡ് നമ്പർ പറയാമോ? ഈ രണ്ട് നമ്പറിൻ്റെയും സമ്മാണ് 4 എന്ന് തന്നിരിക്കുന്നത് അല്ലേ. സോ സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത് ആ സമ്മിൽ നിന്നും ഈ ഫസ്റ്റ് നമ്പർ സബ്ട്രാക്ട് ചെയ്താൽ പോരെ. കാരണം നമുക്ക് ഒരു വേരിയബിളാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ y എന്ന് പറഞ്ഞാണ് എടുക്കുന്നതെങ്കിൽ y പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 4 ആണ്. നമുക്ക് വേണ്ടത് y ആണ്. അപ്പോൾ സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത് ആ സമ്മിൽ നിന്നും ഫസ്റ്റ് നമ്പറിനെ നമ്മൾ സബ്ട്രാക്ട് ചെയ്താൽ മതി. മനസ്സിലായോ? സം 4 ആണ്, നമ്മൾ 1 നമ്പർ എക്സ് എന്നെടുത്തു. സോ നമ്മുടെ സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത് സമ്മിൽ നിന്നും ആ എക്സിനെ സബ്ട്രാക്ട് ചെയ്യുക. അടുത്തെന്താ പറഞ്ഞിരിക്കുന്നത്? ഈ നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് അല്ലേ, അതായത് എക്സിൻ്റെയും ഈ 4 മൈനസ് എക്സിൻ്റെയും പ്രോഡക്റ്റാണ്. എക്സ് ഇൻറ്റു 4 മൈനസ് എക്സ് ആണ് എത്ര? 2. കണ്ടോ? പ്രോഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് ഈസ് 2. സോ എക്സ് ഇൻറ്റു 4 മൈനസ് എക്സ്. അപ്പോൾ നമ്മൾ നോർമലി ചെയ്യുന്നത് പോലെ തന്നെ എക്സിനെ ബ്രാക്കറ്റിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ 4x മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ അടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റിനെ പോസിറ്റീവ് ആക്കുക. ഇവിടെ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് ഉണ്ടോ? നെഗറ്റീവാണ്. അപ്പോൾ അത് പോസിറ്റീവ് ആക്കാനായിട്ട് ത്രൂ ഔട്ട് നമ്മളൊരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ കണ്ടോ, എല്ലാവരുടെയും സൈൻ ചേഞ്ച് ആകും. മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ആകും. ഇവിടെ മൈനസ് 4x ആൻഡ് റൈറ്റ് സൈഡിലും ചേഞ്ച് ആകും വിച്ച് ഈസ് -2. കണ്ടോ? മനസ്സിലായോ? അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് വെച്ചേക്കണം. ഓക്കെ, ഇനി നമുക്ക് കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് നോക്കൂ. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താ? 4 ആണ്. കണ്ടോ? സോ 4ൻ്റെ ഹാഫ് 4/2 ഈസ് 2. അപ്പോൾ 2ൻ്റെ സ്ക്വയർ ആണ് നമ്മൾ രണ്ട് സൈഡ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 2 സ്ക്വയർ രണ്ട് സൈഡും ആഡ് ചെയ്ത് കൊടുക്കണം. കണ്ടോ? -2 പ്ലസ് 2 സ്ക്വയർ. അപ്പോൾ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഇവിടെ 4 ആണ്. 4ൻ്റെ ഹാഫ് എടുക്കുക, അത് 2 ആണ്. 2ൻ്റെ സ്ക്വയർ നമ്മുടെ ഈ ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും LHSലും RHSലും ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ നോക്കുക, എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് നെഗറ്റീവാണ്. കണ്ടോ? സോ നമുക്കിവിടെ വരുന്നത് x -2 ദ ഹോൾ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, അവിടെ അത് ശ്രദ്ധിക്കുക. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് കണ്ടോ? നെഗറ്റീവാണ്. അപ്പോൾ a - b ദ ഹോൾ സ്ക്വയർ ആണ്. a സ്ക്വയർ -2ab പ്ലസ് b സ്ക്വയർ. ഓക്കെ, അപ്പോൾ മൈനസ് വരുന്നുണ്ടെങ്കിൽ a - b ദ ഹോൾ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, ഇനി RHS നോക്കൂ. -2 പ്ലസ് 4 -2 പ്ലസ് 4. കണ്ടോ?
സോ എക്സ് മൈനസ് ടു ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എന്ത് കിട്ടി? +2 എന്ന് കിട്ടി. ഓക്കെ, നമുക്ക് റിമൈനിങ് ചെയ്യാം. എക്സ് മൈനസ് ടു ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? +or-2. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് √2 അല്ലേ, 2 എന്ന് പറയുന്ന ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല, അപ്പോൾ അത് നമുക്ക് അങ്ങനെ തന്നെ ഇട്ടേക്കാം. ഓക്കെ, സോ എക്സ് മൈനസ് ടു ഈസ് ഈക്വൽ ടു √2 +2 അല്ലേ, ഓർ എക്സ് മൈനസ് ടു ഈസ് ഈക്വൽ ടു -√2. ഓക്കെ, സോ എക്സ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 2 + √2 ഓർ എക്സ് ഈസ് ഈക്വൽ ടു 2 - √2. അപ്പോൾ നമ്മുടെ നമ്പേഴ്സും ഇത് തന്നെ ആയിരിക്കും. ഓക്കെ, therefore the numbers are, നിങ്ങൾക്കിത് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാകും ഇതിൻ്റെ സം 4ഉം പ്രോഡക്റ്റ് 2ഉം ആയിരിക്കും. 2 + √2 ആൻഡ് 2 - √2. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകാം, ചിലപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു അല്ലേ, അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 2 + √2 ആണെങ്കിൽ അടുത്ത നമ്പർ എന്ന് പറയുന്നത് 4 മൈനസ് വരും അല്ലേ. അത് നിങ്ങൾ കൊടുക്കുമ്പോൾ തന്നെ ഈ നമ്പേഴ്സ് തന്നെയായിരിക്കും കിട്ടുന്നത്. സോ ഇവിടെ നമ്പേഴ്സ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 2 + √2 ആൻഡ് 2 - √2 ആണ്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ കണ്ടോ. ഹൗ മെനി ടേംസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 99, 97, 95 എക്സെട്ര മസ്റ്റ് ബി ആഡഡ് ടു ഗെറ്റ് 900? ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. കണ്ടോ, അപ്പോൾ ഇവിടെ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടേം എന്താണ്? ഫസ്റ്റ് ടേം ഈസ് 99 ആൻഡ് കോമൺ ഡിഫറൻസ് d ഈസ് 97 - 99. ഓക്കെ, വിച്ച് ഈസ് -2. ഹിയർ ഗിവൺ ദ സം അല്ലേ, ആദ്യം മുതലുള്ള ഏതൊക്കെയോ നമ്പേഴ്സിൻ്റെ എത്രയോ വരെയുള്ള നമ്പേഴ്സിൻ്റെ സമ്മാണ്, ടേംസിൻ്റെ സമ്മാണ് 900. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഫോർമുല യൂസ് ചെയ്യാം. n/2 ഇൻറ്റു ഫോർമുല ഓർമ്മിക്കുക 2f + n-1 × d is equal to 900. കണ്ടോ? ഓക്കെ, ഇനി വാല്യൂസ് കൊടുക്കാം. അപ്പോൾ n/2 ഇൻറ്റു 2 ഇൻറ്റു f ഈസ് 99 പ്ലസ് n-1 ഇൻറ്റു -2 is equal to 900. കണ്ടോ, നമുക്കറിയാവുന്ന വാല്യൂസ് കൊടുത്തു, അതായത് എഫ് ഫസ്റ്റ് ടേം ആൻഡ് കോമൺ ഡിഫറൻസ്. ഇനി നോക്കൂ, നമുക്ക് ഈ ബ്രാക്കറ്റിനകത്ത് രണ്ട് ടേമിനകത്ത് ഒരു 2 ഉണ്ട്, നമുക്കത് കോമൺ ആയിട്ട് പുറത്തെടുക്കാം. ഓക്കെ, അപ്പോൾ എന്താ കിട്ടുന്നത്? n/2 ഇൻറ്റു 2 കോമൺ ആയിട്ട് എടുത്തു 99. അടുത്ത് നോക്കണേ, ഇവിടെ ഒരു നെഗറ്റീവ് മാത്രമാണുള്ളത്, അപ്പോൾ നെഗറ്റീവ് കൊടുക്കുമ്പോൾ -n + 1 ആകും. ഉണ്ടോ? ഈക്വൽ ടു 900. മനസ്സിലായോ? ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് സെക്കൻഡ് ഈ ഒരു പാർട്ടിനകത്ത് കണ്ടോ -2 ആണുള്ളത്, അപ്പോൾ നമ്മൾ +2നെയാണ് കോമൺ ആയിട്ട് എടുത്തത്. സോ ഒരു -1 ഉണ്ട്, ആ -1നെയാണ് നമ്മൾ ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, ഇനി 2 × 2 ക്യാൻസൽ ചെയ്യാം. ആൻഡ് n ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് നോക്കൂ 99 + 1 ആണ് കണ്ടോ, 100 - n എന്ന് വരും. ഓക്കെ, സോ n ഇൻറ്റു 100 - n is equal to 900. ഓക്കെ, നമുക്കിനി മൾട്ടിപ്ലൈ ചെയ്യാം. n ഇൻറ്റു 100 ആൻഡ് n ഇൻറ്റു -n. സോ 100n - n² ഈക്വൽ ടു 900. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ചോദ്യത്തിൽ പോലെ വന്നിട്ടുണ്ട് കണ്ടോ, n² കോഎഫിഷ്യൻറ്റ് നെഗറ്റീവാണ്. സോ ത്രോട്ട് എന്ത് ചെയ്യണം? ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെ മാറും? n² - 100n ഈക്വൽ ടു -900 എന്നാകും. ഓക്കെ, നമുക്കപ്പോൾ ഇനി ഇതിൻ്റെ കംപ്ലീറ്റ് സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്നിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണ്? ഇവിടെ എന്നിൻ്റെ കോഎഫിഷ്യൻ്റ് നമുക്ക് 100 ആണ് അല്ലേ. അപ്പോൾ 100ൻ്റെ ഹാഫ് എന്ന് പറയുന്നത് 50 അല്ലേ. അപ്പോൾ 50യുടെ സ്ക്വയറാണ് നമ്മൾ രണ്ട് സൈഡും ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. 50² -900 + 50². ഓക്കെ, അപ്പോൾ ഇത് നോക്ക്, ലെഫ്റ്റ് സൈഡിലുള്ളത് എന്തായി? n - 50² ആയി കണ്ടോ. ആൻഡ് റൈറ്റ് സൈഡിലോ -900 + 2500 കണ്ടോ. അപ്പോൾ n - 50² is equal to, സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 1600 കിട്ടി. കണ്ടോ, 2500 - 900. അപ്പോൾ നമ്മളിവിടെ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്തു. നമുക്കിവിടെ n²
-100n എന്നാണ് ഉണ്ടായിരുന്നത്. സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്നിൻ്റെ കോഎഫിഷ്യൻ്റായ 100ൻ്റെ ഹാഫ് എടുത്തു. ഓക്കെ, ഹാഫ് 50² ആണ് നമ്മൾ ആഡ് ചെയ്തു. ഓക്കെ, n-50² = 1600 എന്ന് കിട്ടി. കണ്ടോ? അപ്പോൾ നമുക്കിനി അടുത്ത് സ്ക്വയർ കിട്ടിയല്ലോ. സോ n-50 = എന്താകും? ±√1600. ഓക്കെ, ഇത് നമുക്ക് വാല്യൂ കണ്ടുപിടിക്കാം. n-50 = ±1600ൻ്റെ എന്താ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 40 ആണ്. വളരെ ഈസിയാണ്. അതായത് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് 16ൻ്റെ സ്ക്വയർ റൂട്ട് നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ? 4 ആണ്. പിന്നെ 2 0 ഉണ്ട്, 1 0 കൊടുക്കുക. അങ്ങനെ നമുക്ക് സ്ക്വയർ റൂട്ട്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ n-50 = 40, n-50 = 40 or n-50 = എന്ത് വരും? -40. ഓക്കെ, സോ n = 40 + 50 or n = -40 + 50. ഓക്കെ, അപ്പോൾ n = 90 or n = 10. അപ്പോൾ ഈ സീക്വൻസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതൊരു ഡിക്രീസിങ് സീക്വൻസ് ആണ്. കണ്ടോ? ഒരു ഡിക്രീസിങ് സീക്വൻസ് ആണ്. 99, 97, 95 etc. ആണ് കുറഞ്ഞു വന്നത്. കണ്ടോ? സോ ഇതിനകത്ത് ആദ്യത്തെ 10 ടേംസ് ആഡ് ചെയ്താൽ നമുക്ക് ഈ 900 കിട്ടും. ആൻഡ് എത്ര ടേംസ് ആണ്? 90 ടേംസ് ആഡ് ചെയ്താലും നമുക്ക് ഈ 900 ആയിരിക്കും കിട്ടുക. കാരണം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നെഗറ്റീവ് ടേംസ് വരും. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് ടേംസ് വരുമ്പോൾ അത് ആഡ് ചെയ്താൽ എന്ത് വരും? നമുക്ക് പോസിറ്റീവ് നിന്ന് കുറച്ച് സബ്ട്രാക്റ്റ് ആയിട്ട് 900 വരും. അതുകൊണ്ട് ഇവിടെ ഒരു കൺഫ്യൂഷൻ വേണ്ട. നമുക്ക് തന്നിരിക്കുന്നത് ഒരു ഡിക്രീസിങ് സീക്വൻസ് ആണ്. ഇൻക്രീസിങ് സീക്വൻസ് ആണെങ്കിൽ നമുക്ക് ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് മാത്രമേ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ ഡിക്രീസിങ് ആയതുകൊണ്ടാണ് ആദ്യത്തെ 10 ടേംസ് ആഡ് ചെയ്താൽ നമുക്ക് 900 കിട്ടും. 90 ടേംസ് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 900 കിട്ടും. ഓക്കെ, ഈ എക്സർസൈസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 4th ക്വസ്റ്റ്യൻ. എ റോഡ് 28 cm long is to be bent to make a rectangle. കണ്ടോ? 28 cm ലെങ്ത് ഉള്ള ഒരു റോഡ്, അതിനെ ബെൻഡ് ചെയ്തിട്ടൊരു റെക്റ്റാങ്കിൾ ഉണ്ടാക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കുക, ഈ ഒറ്റ റോഡ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ഉണ്ടാക്കുന്നത്? ഈ റെക്റ്റാങ്കിൾ. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ ആയിരിക്കും ഈ 28 cm എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക്കായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് perimeter of the rectangle will be equal to this 28 cm. Perimeter of the rectangle is equal to 28 cm. കണ്ടോ? അപ്പോൾ നിങ്ങൾക്കറിയാം പെരിമീറ്റർ എന്താണ്? 2 × L + B ആണല്ലേ? ലെങ്തും ബ്രെഡ്ത്തും ഒക്കെ അറിയാമെങ്കിൽ അല്ലേ? ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. സോ 2 × L + B ആയിരിക്കും 28 cm എന്ന് വരുന്നത്. സോ L + B എന്തായിരിക്കും? നമുക്കിതിൽ നിന്ന് എഴുതാമല്ലോ. 28/2 ആണ്, വിച്ച് ഈസ് 14 cm. ഓക്കെ, ഞാനപ്പോൾ ഇവിടെ ഒരു ചെറിയ ചേഞ്ച് കൊടുക്കുന്നു. L = x എന്ന് കൊടുക്കുന്നു, കുറച്ചുകൂടെ കാൽക്കുലേഷൻ ഈസി ആകാനായിട്ട്. ഓക്കെ, അപ്പോൾ B = എന്താകും? 14 - x ആകും. കണ്ടോ? L = x കൊടുത്തു. അപ്പോൾ B ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്, അപ്പോൾ ഞാൻ L x ആയി, B എന്ന് പറയുന്നത് എന്തുമായി? 14 - x ആയി. അപ്പോൾ ഇത്രയും ബേസിക്കായിട്ട് നമ്മൾ ഈ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കുക. 28 cm ലെങ്ത് ഉള്ളൊരു റോഡ് അല്ലേ? അപ്പോൾ നമുക്ക് അറിയാമല്ലോ, ചെറിയ കമ്പിയോ എന്തോ ആണ്. ഓക്കെ, അതിനെ ബെൻഡ് ചെയ്തു, വളച്ചിട്ടാണ് ഈ റെക്റ്റാങ്കിൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബേസിക് മെഷർമെൻറ്റ്സ് എന്ന് പറയുന്നത് ഇതാണ്. പെരിമീറ്റർ 28 cm ആയിരിക്കും. അപ്പോൾ ലെങ്തും ബ്രെഡ്ത്തും അല്ലേ ആഡ് ചെയ്യുമ്പോൾ 14 cm വേണം. അത് തമ്മിലുള്ള റിലേഷൻ ഞാൻ എല്ലിനെ x എന്നും ബ്രെഡ്ത്തിനെ 14 - x എന്നും എഴുതി. ഇനി നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനകത്തേക്ക് വരിക. കണ്ടോ? ഇതിനകത്ത് സബ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ക്യാൻ എ റെക്റ്റാങ്കിൾ ഓഫ് ഡയഗണൽ 8 cm ബി മെയ്ഡ്? അപ്പോൾ നമ്മളിങ്ങനെ ഒരു റെക്റ്റാങ്കിൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഡയഗണൽ 8 cm ആയിരിക്കുമോ എന്നാണ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് വൺ. കണ്ടോ? അപ്പോൾ നമ്മളിവിടെ ഇനി അടുത്ത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പൈതഗോറസ് തിയറം യൂസ് ചെയ്യുക. കണ്ടോ? അപ്പോൾ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ഞാൻ വരച്ചിട്ടുണ്ട്. അതിൽ L x ആണ്, ബ്രെഡ്ത്ത് 14 - x ആണ്, ആൻഡ് ഹൈപ്പോട്ടന്യൂസ് കണ്ടോ
8y, അതായത് ഡയഗണലാണ് ഇവിടുത്തെ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ നമ്മുടെ ബേസിക് ആയിട്ട് വരുന്ന പൈതഗോറസ് തിയറം യൂസ് ചെയ്യുക. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് 14 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എന്തായിരിക്കും? 8 സ്ക്വയർ ആയിരിക്കും. കണ്ടോ, നമ്മുടെ ബേസിക് ആയിട്ട് വരുന്ന പൈതഗോറസ് തിയറം. ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. കണ്ടോ, എക്സ് സ്ക്വയർ പ്ലസ് 14 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 8 സ്ക്വയർ എന്നായി. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 14 സ്ക്വയർ അല്ലേ, എ സ്ക്വയർ വിച്ച് ഈസ് 196 മൈനസ് 2ab ദാറ്റ് ഈസ് 2 ഇൻറ്റു 14 ഇൻറ്റു എക്സ് അല്ലേ, ദാറ്റ് ഈസ് 28x പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 64. കണ്ടോ, നമുക്ക് കോൺസ്റ്റൻറ്റ് ടേംസിനെയൊക്കെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. ഓക്കെ, നമ്മൾ കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡാണ് ചെയ്യുന്നത്. ഇവിടെ നോക്കൂ, നമുക്കൊരു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ദാറ്റ് ഈസ് 2x സ്ക്വയർ ആൻഡ് ഈ 190x കൂടെ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ 2x സ്ക്വയർ നമുക്ക് കിട്ടി 2x സ്ക്വയർ മൈനസ് 28x, 2x സ്ക്വയർ മൈനസ് 28x ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എന്താവുന്നത് നോക്കൂ, 64 മൈനസ് 196, 64 മൈനസ് 196. ഓക്കെ, അപ്പോൾ 2x സ്ക്വയർ മൈനസ് 28x ഈസ് ഈക്വൽ ടു നമുക്ക് മൈനസ് 132 എന്ന് കിട്ടും സബ്ട്രാക്ട് ചെയ്യുമ്പോൾ. കണ്ടോ, ഇനി ത്രൂ ഔട്ട് നമുക്ക് എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് നമുക്ക് 1 ആക്കാം. സോ എക്സ് ത്രൂ ഔട്ട് ഒരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, സോ എക്സ് സ്ക്വയർ മൈനസ് 14x ഇസ് ഈക്വൽ ടു മൈനസ് 132നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? 66 അല്ലേ, 66 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് കംപ്ലീറ്റിംഗ് സ്ക്വയർ വെച്ചിട്ട് നമ്മൾ ചെയ്യുക. അപ്പോൾ ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് നോക്കൂ, എത്രയാണ്? 14 ആണ് അല്ലേ. അപ്പോൾ 14ൻ്റെ ഹാഫ് എത്രയാണ്? 14ൻ്റെ ഹാഫ് 7 ആണ്. സോ 7 സ്ക്വയർ ആഡ് ചെയ്യുക രണ്ട് സൈഡും. കണ്ടോ, എക്സ് സ്ക്വയർ മൈനസ് 14x പ്ലസ് 7 സ്ക്വയർ ഈക്വൽ ടു മൈനസ് 66 പ്ലസ് 7 സ്ക്വയർ. കണ്ടോ, ഇപ്പോൾ എൽ എച്ച് എസ് എന്തായി? എക്സ് മൈനസ് 7 ദ ഹോൾ സ്ക്വയർ ആണ്. ആൻഡ് ആർ എച്ച് എസ് എന്ന് പറയുന്നത് മൈനസ് 66 പ്ലസ് 49 ഈക്വൽ ടു മൈനസ് 17 എന്ന് കിട്ടി. കണ്ടോ, അപ്പോൾ നമ്മളിവിടെ നോക്കിയപ്പോൾ നമുക്ക് എക്സ് മൈനസ് 7 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു മൈനസ് 17 ഒരു നെഗറ്റീവ് നമ്പറാണ് കിട്ടിയത്. നമ്മൾ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് നെഗറ്റീവ് നമ്പേഴ്സിന് നമുക്ക് റിയൽ നമ്പേഴ്സിൽ സ്ക്വയർ റൂട്ട്സ് ഇല്ല. ഓക്കെ, അത് നിങ്ങൾ ഹയർ ക്ലാസ് വരുമ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഇവിടെ ഒരു കാര്യം ഓർമ്മിക്കുക, ഇപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് മൈനസ് എക്സ് ഈ ഒരു രീതിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ആക്ച്വലി റിയൽ വാല്യൂസ് ഒന്നും ഇല്ല, നോ റിയൽ റൂട്ട്സ് എന്ന് പറയും. നമ്മൾ കുറച്ച് അടുത്തൊരു സെക്ഷൻ ആകുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഇവിടെ ഓർമ്മിക്കുക, കാരണം നമുക്കിവിടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ എഴുതേണ്ട എന്താ? എക്സ് മൈനസ് 7 ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് നെഗറ്റീവ് 17. അപ്പോൾ ഇവിടെ മനസ്സിലാക്കുക, ഇങ്ങനെ വരുന്ന കേസസിൽ നെഗറ്റീവ് റൂട്ട്സ് വരുമ്പോൾ അതിന് റിയൽ റൂട്ട്സ് ഇല്ല. അപ്പോൾ ഈ ഒരു ഡയഗണൽ 8 വെച്ചിട്ട് നമുക്കൊരു റെക്റ്റാങ്കിൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കനോട്ട് മേക്ക് എ റെക്റ്റാങ്കിൾ ഓഫ് ഡയഗണൽ 8 സെൻറ്റിമീറ്റർ. ഓക്കെ, കനോട്ട് മേക്ക് എ റെക്റ്റാങ്കിൾ വിത്ത് ഡയഗണൽ 8 സെൻറ്റിമീറ്റർ. അപ്പോൾ അതാണ് നമ്മളിവിടെ കൺക്ലൂഷനായിട്ട് കൊടുക്കേണ്ടത്. കനോട്ട് മേക്ക് എ റെക്റ്റാങ്കിൾ വിത്ത് ഡയഗണൽ 8 സെൻറ്റിമീറ്റർ. ക്ലിയർ ആയോ? റെക്റ്റാങ്കിൾ വിത്ത് ഡയഗണൽ 8 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലാക്കുക. നമ്മുടെ ഇവിടെ ക്വസ്റ്റ്യൻ വീണ്ടും ഒരിക്കൽ കൂടെ നോക്കുക. 28 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു റോഡ് ബെൻഡ് ചെയ്തിട്ട് റെക്റ്റാങ്കിൾ ഉണ്ടാക്കുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു, നമുക്ക് 8 സെൻറ്റിമീറ്റർ ഡയഗണലുള്ള ഒരു റെക്റ്റാങ്കിൾ ഉണ്ടാക്കാൻ പറ്റുമോ എന്നായിരുന്നു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും ഓർമ്മിക്കുക. കണ്ടോ, നമ്മൾ എന്ത് ചെയ്തു? ആ 28 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഇവിടുത്തെ പെരിമീറ്റർ ആണ്. അപ്പോൾ ബേസിക്കാണ് ഇത്രയും കാര്യങ്ങൾ. അതായത് എൽ ഈസ് ഈക്വൽ ടു എക്സ്, ബി ഈസ് ഈക്വൽ ടു 14 മൈനസ് എക്സ് എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന റെക്റ്റാങ്കിളിൻ്റെ ബേസിക് തിങ്സ് ആണ്. ഇനി ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ നമുക്കിവിടെ വരുമോ ഇതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ ചെയ്തു അല്ലേ. അപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റില്ല.
8 സെൻറ്റിമീറ്റർ വരുന്നത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇനി നമ്മൾ അടുത്തതിലേക്ക് പോവാണ്. ഡയഗണൽ 10 സെൻറ്റിമീറ്റർ വരുന്നത് ചെയ്യാൻ പറ്റുമോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ വീണ്ടും എൽ എന്ന് പറയുന്നത് എക്സ് ആണ് അല്ലേ, ബി എന്ന് പറയുന്നത് എന്താ 14 മൈനസ് എക്സ്. ഓക്കെ, ഡയഗണൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 10 സെൻറ്റിമീറ്റർ. സെയിം പ്രോസസ്സാണ് നമ്മളിവിടെയും ചെയ്യുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യനകത്തും സെയിം പ്രോസസ്സാണ്. ഓക്കെ, ദാറ്റ് ഈസ് എഗെയിൻ പൈതഗോറസ് തിയറം ആണ്. എക്സ് സ്ക്വയർ പ്ലസ് 14 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 10 സ്ക്വയർ. ഓക്കെ, സിംപ്ലിഫൈ ചെയ്യാം. എക്സ് സ്ക്വയർ പ്ലസ് 196 മൈനസ് 28x പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 10 സ്ക്വയർ എന്താ 100 അല്ലേ. ഓക്കെ, കഴിഞ്ഞതുപോലെ തന്നെയാണ്. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ വിച്ച് ഈസ് 2x സ്ക്വയർ മൈനസ് 198 നോട്ട് 198 28x ഈക്വൽ ടു റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. 100 മൈനസ് 196 കണ്ടോ. സോ 2x സ്ക്വയർ മൈനസ് 28x മൈനസ് 96 എഗെയിൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക കണ്ടോ. എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആക്കണ്ടേ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 14x ഈക്വൽ ടു മൈനസ് 48. ഇവിടെയും നമുക്ക് കംപ്ലീറ്റിംഗ് സ്ക്വയർ കണ്ടോ. എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് എന്താ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ആയാലും ഇതുപോലെ തന്നെയാണ് വരുന്നത് കേട്ടോ. എക്സ് സ്ക്വയർ മൈനസ് 14x അങ്ങനെ തന്നെയായിരിക്കും വരുന്നത്. ഓക്കെ, സോ ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 14 ആണ്. 14ൻ്റെ ഹാഫ് നിങ്ങൾക്കറിയാമല്ലോ 7 ആണ്. 7 സ്ക്വയർ രണ്ട് സൈഡും ആഡ് ചെയ്ത് കൊടുക്കുക. അത് മറന്നു വരുത് കേട്ടോ, രണ്ട് സൈഡ് നമ്മൾ ആഡ് ചെയ്യണേ. 48 പ്ലസ് 49 ഞാൻ 7 സ്ക്വയർ ഡയറക്റ്റ് ആയിട്ട് എഴുതി കണ്ടോ. ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് നമുക്ക് എന്തായി എക്സ് മൈനസ് 7 ദ ഹോൾ സ്ക്വയർ എക്സ് മൈനസ് 7 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1 കണ്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ആക്ച്വലി പോസിറ്റീവ് വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസിനകത്ത് പറഞ്ഞിട്ടുണ്ട് കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ റെക്റ്റാങ്കിൾ ദാറ്റ് ക്യാൻ ബി മെയ്ഡ്. ചെയ്യാൻ പറ്റുന്നതിൻ്റെ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, സോ ഇവിടെ കണ്ടോ പ്ലസ് ഓർ മൈനസ് 1 ആണേ അല്ലേ. ഇനിയാണ് അടുത്ത സ്റ്റെപ്പാണ് കണ്ടോ. എക്സ് മൈനസ് 7 ഈസ് ഈക്വൽ ടു എന്ത് വരും പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 1 ദാറ്റ് ഈസ് എക്സ് മൈനസ് 7 ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1. നോക്കാം. സോ എക്സ് മൈനസ് 7 ഈസ് ഈക്വൽ ടു 1 ഓർ എക്സ് മൈനസ് 7 ഈസ് ഈക്വൽ ടു മൈനസ് 1 അല്ലേ. സോ എക്സ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് 7 or x is equal to minus 1 plus 7. So x is equal to 8 or x is equal to 6. കണ്ടോ. അപ്പോൾ നമുക്ക് സൈഡ്സ് 6 സെൻറ്റിമീറ്ററും 8 സെൻറ്റിമീറ്ററും ആയിട്ട് കിട്ടും കണ്ടോ. സൈഡ്സ് 6 സെൻറ്റിമീറ്റർ ആൻഡ് 8 സെൻറ്റിമീറ്റർ കണ്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്കിത് ചെയ്യാൻ പറ്റി അല്ലേ. നമ്മൾ വാല്യൂ കണ്ടുപിടിച്ച് വന്നപ്പോൾ നമുക്കൊരു പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടിയത്. കഴിഞ്ഞതിൽ ഒരു നെഗറ്റീവ് വാല്യൂ ആയിരുന്നു, അതുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ, ഇനി തേർഡ് വൺ എന്താ പറഞ്ഞിരിക്കുന്നത്. തേർഡ് വൺ സെയിം ക്വസ്റ്റ്യൻ ആണ്. തേർഡ് വണ്ണിനകത്ത് ഡയഗണൽ 14 സെൻറ്റിമീറ്റർ ആണ് കണ്ടോ. അപ്പോൾ എൽ ഈസ് ഈക്വൽ ടു എക്സ്, ബി ഈസ് ഈക്വൽ ടു എന്താ 14 മൈനസ് എക്സ് ആൻഡ് ഡയഗണൽ 14 കണ്ടോ. ഇതാണ് നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. എക്സ് സ്ക്വയർ പ്ലസ് 14 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 14 സ്ക്വയർ. ഓക്കെ, തേർഡ് ആണ് ഇതിൻ്റെ സബ് ക്വസ്റ്റ്യനകത്ത് തേർഡ്. സോ എക്സ് സ്ക്വയർ പ്ലസ് 196 അല്ലേ മൈനസ് 28x പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 196 കണ്ടോ. അപ്പോൾ 196നെ നമുക്കിവിടെ ക്യാൻസൽ ചെയ്യാം. ഓക്കെ, രണ്ട് സൈഡും വന്നു. സോ 2x സ്ക്വയർ മൈനസ് 28x ഈക്വൽ ടു 0 എന്നാണ് വന്നിരിക്കുന്നത് കണ്ടോ. സോ നമുക്കിവിടെ എക്സ് കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ റിമൈനിങ് എന്ത് വരും 2x മൈനസ് 28 അല്ലേ ഈക്വൽ ടു 0. അപ്പോൾ എക്സ് ഈക്വൽ ടു 0യും 2x ഈക്വൽ നമ്മൾ കഴിഞ്ഞ സെക്ഷനകത്തും ഇതുപോലൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ. നമ്മുടെ ആ റോഡ് ചാരി വെച്ചിരിക്കുന്നത് അത് നീക്കുമ്പോൾ നമുക്ക് അവിടെ ഇതുപോലൊരു പ്രോഡക്റ്റാണ് വന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നോക്ക് നമുക്ക് എക്സ് ഇൻറ്റു 2x മൈനസ് 28 ഈക്വൽ ടു 0 എന്നാണ് വരുന്നത്. അപ്പോൾ എക്സ് ഈക്വൽ ടു 0 ഓർ നമുക്കിവിടെ എക്സ് ഈക്വൽ ടു എന്ത് കിട്ടി നോക്ക്. എക്സ് ഈക്വൽ ടു 0 ഓർ എക്സ് ഇസ് ഈക്വൽ ടു 14.
ആക്ച്വലി 14 എന്ന് പറയുന്നത് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ് അല്ലേ? അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ ഒരെണ്ണം നമുക്ക് ചെയ്യാൻ പറ്റില്ല. ആക്ച്വലി പറ്റുമോ? കാരണം ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ് 14 വരേണ്ടത്. ബട്ട് ഇവിടെ നമുക്ക് വന്നതോ ഒരു വാല്യൂ മാത്രം 14 എന്ന് കിട്ടി. ഓക്കെ, സോ ഹിയർ ഓൾസോ വി കാൺ മേക്ക് എ റെക്റ്റാങ്കിൾ വിത്ത് ഡയഗണൽ 14 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ വന്നത് മനസ്സിലായല്ലോ അല്ലേ? നമുക്ക് എന്താ പറ്റിയത്? x=0 ഓർ x=14 എന്ന് കിട്ടി. നമുക്ക് കിട്ടേണ്ട ആക്ച്വലി l+b ആണ് 14. നമ്മളിപ്പോൾ x=0 എന്ന് വെച്ചാൽ ലെങ്തോ ബ്രെഡ്ത്തോ 0 ആയിട്ട് വരുമോ? അല്ലേ? ഈ രണ്ട് വാല്യൂ ആണെങ്കിൽ മാത്രമേ, ഇപ്പോൾ l=0 ആണെങ്കിൽ x=14. പക്ഷേ ഒരിക്കലും അങ്ങനെ നമുക്കൊരു റെക്റ്റാങ്കിൾ ഉണ്ടാക്കാൻ പറ്റില്ല. ആക്ച്വലി ഇത് ബ്രെഡ്ത്ത് ഇല്ല അല്ലെങ്കിൽ ലെങ്ത് ഇല്ല എന്ന് പറയുന്നതിന് തുല്യമാണ്. ഓക്കെ, സോ l+b 14 ആണ്. നമുക്ക് പക്ഷേ ഇവിടെ കിട്ടിയതാണെങ്കിലോ x=0 ആൻഡ് x=14 ആണ്. ഓക്കെ, സോ ഹിയർ വി കനോട്ട് മേക്ക് എ റെക്റ്റാങ്കിൾ. ഓക്കെ, cannot make a rectangle of this length. ഓക്കെ, ക്ലിയർ? ഇപ്പോൾ നമ്മുടെ സെക്കൻഡ് സെക്ഷൻ അവസാനിച്ചിട്ടുണ്ട്. ഇവിടെ ഓർമ്മിക്കുക, കംപ്ലീറ്റിംഗ് സ്ക്വയർ ആണ് ഇപ്പോൾ ഇതുപോലെ വരുന്നത്. x² മൈനസ് 14x എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? 14ൻ്റെ ഹാഫ് ആയ 7ൻ്റെ സ്ക്വയർ ആഡ് ചെയ്യുന്നു. ഇപ്പോൾ നമുക്കിത് സ്ക്വയർ കംപ്ലീറ്റ് ആയി. അപ്പോൾ x-7 എന്ന് കിട്ടി. കണ്ടോ? ഇനി സപ്പോസ് x² പ്ലസ് 14x ആണ് വരുന്നതെങ്കിലോ ഇവിടെയും നമ്മൾ ആഡ് ചെയ്യുന്നത് 7² തന്നെയാണ്. പക്ഷേ ഇതെങ്ങനെ ചേഞ്ച് ആകും? x+7 എന്നാകും. ഓക്കെ, അതുപോലെ ഏത് വാല്യൂസ് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇപ്പോൾ x² മൈനസ് 16x എന്ന് വന്നു. കണ്ടോ? അപ്പോൾ 16ൻ്റെ ഹാഫ് എന്താണ്? 8 ആണ്. അപ്പോൾ 8². അപ്പോൾ ഇതിനെ നമുക്ക് x-8 എന്ന് എഴുതാം. കണ്ടോ? ഇനി x² പ്ലസ് 16x പ്ലസ് 8² എന്ന് വന്നാലോ? പ്ലസ് 8² ഇല്ല, x² പ്ലസ് 16x എന്ന് പറഞ്ഞാൽ നമ്മൾ 8² ആഡ് ചെയ്യുന്നു. സോ ദിസ് ഈസ് x+8 അപ്പോൾ ഈ സെക്കൻഡ് പാർട്ടിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമുക്ക് റൈറ്റ് സൈഡിലുള്ള മൈനസോ പ്ലസ്സോ ഒക്കെ ആയിരിക്കുന്നുണ്ടോ? ഇവിടെ മൈനസ് ആണെങ്കിൽ റൈറ്റ് സൈഡ് മൈനസ്, ഇവിടെ പ്ലസ് ആണെങ്കിൽ റൈറ്റ് സൈഡും പ്ലസ്. കണ്ടോ? മൈനസ് മൈനസ് പ്ലസ് പ്ലസ്. ഇത് ശ്രദ്ധിക്കുക. ഓക്കെ, ഇതാണ് കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ്. ഓക്കെ, താങ്ക് യു.